ഇനി പിള്ളേരെ അവസാനം ചെയ്ത് ഏതാ മോളെ? എന്റെ കൂടെ വരാൻ നാളെ അവിടെ പോയി. ഹലോ, പ്രോബ്ലം. ഏത് പ്രോബ്ലം ആയിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് 1. അതിന് എക്സാക്ട്ലി 1 0. അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. ചെയ്തു. അതിൽ എക്സാക്ട്ലി 1 എന്നുള്ളതും പറഞ്ഞോ? ടൈം ഇല്ലാണ്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. -2 to 0 ഇയാൾക്ക് എക്സാക്ട്ലി 1 0. 0 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഓർക്കുന്നുണ്ടോ? സൊല്യൂഷൻ ആണ്. എക്സിന് നമ്മൾ എ കൊടുത്തിട്ട് എ ക്യൂബ് പ്ലസ് എ പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടുക? 0 കിട്ടുക. അതിനെയാണ്, ആ എനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതിന്റെ 0 എന്ന് വിളിക്കുക ഒക്കെ പറഞ്ഞിരുന്നു സാറ് അല്ലേ? അതിന്റെ ആദ്യത്തെ ഭാഗം പറഞ്ഞോ, സി -2നും 0നും ഇടയ്ക്ക് കിടക്കുന്നു പറഞ്ഞോ? പറഞ്ഞതാണ്. അതിന്റെ രണ്ടാം ഭാഗം പറഞ്ഞു, ടു ഷോ ദാറ്റ് ഇറ്റ് ഇസ് എക്സാക്ട്ലി 1 0 എന്നുള്ളത് പറഞ്ഞോ സാറ്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞിട്ടില്ല എന്നെ മനസ്സിൽ വരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. എന്നിട്ട് 3x² + 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് > 0 ആണെന്നൊക്കെ പറഞ്ഞ്, > = 1 ആണെന്ന് പറഞ്ഞോ? > 0 ആണ്. അത് ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരേ ഒരു സൊല്യൂഷനെ ആരുടെ ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ? -2ന്റെയും 0ന്റെയും. -2ന്റെയും 0ന്റെ ഇടയ്ക്ക്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് നമുക്കൊക്കെ ഫങ്ഷൻസ് വളരെ ഫെമിലിയർ ആണ്. y = fx എന്ന് പറയുന്ന ഫംഗ്ഷൻ, y = fx ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പിള്ളേരെ, ഉദാഹരണത്തിന് y = x എന്ന് പറയുന്ന ആളെ തന്നെ എടുക്കാറുണ്ട്. ഏതാ ഫംഗ്ഷൻ? y = x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം. പടം വരയ്ക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. y = x എന്ന് പറഞ്ഞാൽ അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന 45 ഡിഗ്രി ആംഗിളിൽ പോകുന്ന, എക്സും വൈ എപ്പോഴും തുല്യമായിട്ട് പോകുന്നല്ലേ? വൈ എപ്പോഴും എന്തായിരിക്കണം? തുല്യമാണ്. അപ്പൊ ഏതൊക്കെയാ? 0 0 കൂടെ പോകും. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞ നമ്മള് 1 1 പോവും, 2 2 2 2 3 3 അല്ലേ? താഴ്ത്തിക്കോ -1 -2 അങ്ങനെ എല്ലാ പോയിന്റ്സിൽ കൂടി പോകുന്ന ലൈനാണ് y = x എന്ന് പറയുന്ന ഈ ലൈൻ. ഈ ലൈനിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ ലൈൻ നോക്കിയമോള്, ഞാൻ എക്സിന് 1 കൊടുത്തു, എക്സിന് 2 കൊടുത്തു. ശ്രദ്ധിക്കട്ടോ നീ? എക്സിന് എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയേ? y എന്താ കിട്ടിയേ? f(x). അത് എത്രയാ? 1 തന്നെയല്ലേ? അപ്പോ f(1) എന്ന് പറയുന്നത് 1 ആണ്. f(2) എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇതിൽ ആരാ വലുത്? f(1) ആണോ f(2) ആണോ വലുത്? f(2) ആണ്. ഇനി f(3) എടുത്താൽ f(3) ആരാ? 3 അല്ലേ? അപ്പൊ എക്സ് ഇങ്ങനെ കൂടുമ്പോ fx എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുന്നു. Such functions are known as increasing functions. എന്ത് ഫംഗ്ഷൻ ആണ്? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. fx കൂടുമ്പോ x എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? x കൂടുമ്പോ fx എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. അതായത് ഇതാണ്, whenever x1 less than x2, f(x1) ആരെക്കാൾ ചെറുതായിരിക്കണം, f(x2) ചെറുതാവുകയാണെങ്കിൽ അത് എന്തായിരിക്കും? എന്ത് ഫംഗ്ഷൻ ആണ് മോളെ? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഡിക്രീസിംഗ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ മോള്? f(x1) less than f(x2). f(x1) greater than f(x2). whenever x1 less than എന്താവുമ്പോ, x1 less than x2 ആവുമ്പോ f(x1) എന്താവുക? greater than f(x2) ആയ ഡിക്രീസിംഗ് ആണ്. അതായത് x1 x2 ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോ ഫംഗ്ഷൻ എന്താ ചെയ്യണേ? ചെറുതാവുക.
കിട്ടിയാ? ആ സർ. ആ കിട്ടി. മനസ്സിലായി നമ്മൾക്ക്? മനസ്സിലായി. ഓക്കെ, ആ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആ ആ ആ അപ്പോഴ് there are two types of functions, either increasing or ഡിക്രീസിങ്. decreasing. ഈ ഫംഗ്ഷൻ ആരാ? ഈ ഫംഗ്ഷൻ y equal to x ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. അതിന് പകരം y equal to minus x സാർ എഴുതുന്നത്. y equal to minus x ന്റെ ഗ്രാഫിൽ തന്നെ നോക്കിയപ്പോളെ. ആ സർ. കാരണം എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0 0 0 കൂടെ ഉണ്ട്. ആ എക്സിന് 1 കൊടുത്തു നോക്കിയാൽ നീ y മൈനസ് 1 ആണ്. -1 ആവും. അപ്പൊ എക്സിന് 1 കൊടുത്താൽ y എത്രയാ വരിക? -1. ഈ -1. പോയിന്റ് വരില്ലേ? ഈ പോയിന്റ് വരില്ലേ? 1, -1. 2 കൊടുത്താൽ എന്താ കിട്ടുക? 1, സോറി 2, -2. -2. അതുപോലെ തന്നെ എക്സിന് -1 കൊടുത്തു നോക്കിയോള് 1 വരും. 1 വരും. അപ്പൊ -1, 1. 1 അല്ലെ? ഇതല്ലേ അതിന്റെ പ്രത്യേകത നോക്കുക കുട്ടി. ഇവിടെ -1 നിന്ന് 0ലേക്ക് വരുമ്പോ ഫംഗ്ഷൻ വാല്യൂ എത്ര വരണേ? 1 നിന്ന് എന്തിലേക്ക് വരണേ? 0. 0ലേക്ക്. അതുപോലെ തന്നെ അപ്പൊ -1 നിന്ന് 0ലേക്ക് കൂടുതൽ ചെയ്യണം കേട്ടാ. ആ പക്ഷെ ഫംഗ്ഷൻ എന്താ ചെയ്യണേ? 1 നിന്ന് എവിടേക്ക് പോണേ? 1 നിന്ന് എവിടേക്ക് പോണേ? 0. 0ലേക്ക്. ഇനി എക്സ് വാല്യൂ 0 നിന്ന് 1ലേക്ക് പോവാണെങ്കിൽ 0 കൊടുക്കുമ്പോ ഫംഗ്ഷൻ വാല്യൂ എത്ര? 0 ആണ്. ആ 1 കൊടുക്കുമ്പോ എത്ര കിട്ടണം നമുക്ക് ഫംഗ്ഷൻ വാല്യൂ? -1 വരും. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എക്സ് കൂടുമ്പോൾ f of x y കുറഞ്ഞാൽ f(x) കുറഞ്ഞാൽ അത് എന്ത് ഫംഗ്ഷൻ ആണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ. ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പൊ രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസ് കിട്ടി. എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. നമ്മൾക്കിപ്പോ വേറെ പാഠം സ്ട്രെയിറ്റ് ലൈനാ കണ്ടേ. ഈ ചങ്ങാതി എങ്ങനെയാ? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? ഈ പടം കണ്ടാൽ നിനക്ക് എന്താ തോന്നണേ? ഇൻക്രീസിങ് ആണ്. ഈ ചങ്ങാതി എങ്ങനെയാ? ഡിക്രീസിങ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാം. നമ്മൾ ഗ്രാഫുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, അരിയുടെ വില ഇങ്ങനെ മുകളിൽ കൂടുക എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എവിടേക്കാ പോവുക? മുകളിലേക്ക് പോവും. പിന്നെന്താണ്? നാളികേരത്തിന്റെ വില കുറയുക എന്ന് പറഞ്ഞാൽ എവിടേക്കാ പോവുക? ഗ്രാഫ് താഴോട്ട് പോവും. അപ്പൊ ഇൻക്രീസിങ് ഡിക്രീസിങ് ഏകദേശം പിടി കിട്ടിയ നമ്മൾക്ക്. ഇനി ഇത് ഇൻക്രീസിങ് മൊണോട്ടോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് ആവുക അല്ലെങ്കിൽ ഡിക്രീസിങ് ആവുക, അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? മോണോട്ടോണിക് ഫംഗ്ഷൻ. മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയും. അതൊരു ഇന്റർവെല്ലായിരിക്കും. ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ടാവും. നമ്മൾ എവിടെ ക്ലോസ് ഇന്റർവെൽ എ ബി എന്നോ ഇങ്ങനെ ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ടാവും. ആ പിന്നെ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ അയാള് മൊണോട്ടോണിക് ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അറിയുമല്ലേ മോളെ? ഒന്നില്ലെങ്കിൽ അത് അയാൾ എന്താവണം? ഇൻക്രീസിങ്. അല്ലെങ്കിൽ എന്താവണം? ഡിക്രീസിങ്. അപ്പൊ ഇയാളൊക്കെ മൊണോട്ടോണിക് ആണ്. കാരണം എന്താ? ഇയാൾ ഇൻക്രീസിങ് ആണ്. ഇയാൾ ഡിക്രീസിങ് ആണ്. അപ്പൊ എന്താണ്? രണ്ടുപേരും എന്താണ്? മൊണോട്ടോണിക് ആണ്. ഇത് ഇൻക്രീസിങ് ആണ് അല്ലെ? അപ്പൊ മൊണോട്ടോണിക് ആണ്. ഇതും ഡിക്രീസിംഗും ആണ്. അതുകൊണ്ട് എന്താ? മോണോട്ടോണിക് ആണ്. അപ്പൊ ഇതല്ലാത്തത് എന്താന്നുള്ളതാണ് നമുക്ക് ചോദ്യം. മോണോട്ടോണിക് അല്ലാത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉദാഹരണത്തിന് മോളെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനൊരു ഫംഗ്ഷൻ എടുക്കുക. ഇത് മോണോട്ടോണിക് ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. അങ്ങനെയുള്ളവരെ നമ്മൾ കളിയിൽ കൂട്ടില്ല. ഏത് കളിയിൽ കൂട്ടില്ല? മോണോട്ടോണിക് ഫംഗ്ഷന്റെ. കിട്ടിയോ മോൾക്ക്? ഇനി നമുക്ക് ഇത് വെച്ച് കുറച്ച് റിസൾട്ട്സ് പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു പ്രൂഫാണ് സാർ ഇവിടെ പറയാൻ പോണത്. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷിയബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ. അതായത് അതിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. സാധാരണ നമ്മൾ ഡിഫറൻഷിയബിൾ ഏത് ഇന്റർവെല്ലിലെ പറയാറ്? ഓപ്പൺ ഇന്റർവെല്ലല്ലേ പറയാറ്. ഓക്കെ. എന്നിട്ട് നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, ഇഫ് f dash x greater than 0
if f dash x greater Greater than than 0 0. for every x in open interval a b, then f of x is increasing. f of x is എന്താണ് f of x is F dash is f of x increasing. increasing on ആരിലെ ഏത് ഇന്റർവെല്ലിലാണ് on AB. ഓപ്പൺ ഇന്റർവെൽ a b. ക്ലിയർ ആയോ നമ്മളെ? Sir. സാറ് ചിലപ്പോ ഇൻക്രീസിംഗ് കാണിക്കാനായിട്ട് എഫ് എക്സ് ഇൻക്രീസിംഗ് കാണിക്കാനായിട്ട് അത് എഴുതാനും നിൽക്കില്ല. എഫ് എക്സ് ഇട്ടിട്ട് മുകളിലേക്ക് ഒരു എറോ മാർക്ക് ഇടും. ഇതിന്റെ അർത്ഥം എന്താ? Increasing. ഇൻക്രീസിംഗ്. അപ്പൊ മറ്റേ എന്തായിരിക്കും? അടിയിലേക്ക് ഏരോ. ഇതൊന്നും കോമൺ നൊട്ടേഷൻ അല്ല, ഇത് എന്റെ നൊട്ടേഷനാ. മനസ്സിലായോ? താഴത്തേക്ക് പോയാൽ അതെന്താ? ഡിക്രീസിങ്. ഇത് മുകളിലേക്ക് പോയാൽ ഇൻക്രീസിങ്. ഇൻക്രീസിംഗ്. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഒരു 3 ഭാഗങ്ങളുണ്ട്, എ ബി സി ഉണ്ട്. അതിലത്തെ എ ആണ് സാറ് പറഞ്ഞത്. എഫ് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്താ? എഫ് എന്താ? ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. എന്നിട്ട് പറയണു അത് ഡിഫറൻഷ്യബിൾ ആണല്ലോ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു, എഫ് ഡാഷ് എക്സ് കണ്ടു. അത് എന്താവുക? പോസിറ്റീവ് ആവുക. ഗ്രേറ്റർ 0 എന്ന് പറഞ്ഞാൽ എന്താവുക? പോസിറ്റീവ് ആവുക. പോസിറ്റീവ് ആവുകയാണെങ്കിൽ അയാൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. എഫ് ഓഫ് എക്സ് ഇന്റർവൽ ഓപ്പൺ ഇന്റർവൽ എ ബി. എ ബിയിൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. ഇൻക്രീസിങ്. എന്താ നെറ്റ് ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? എഫ് ഓഫ് എക്സ് എന്താണെന്നാ പ്രൂവ് ചെയ്യണ്ടേ? ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യണം. തന്നിട്ടുള്ളത് എന്താണ്? എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ. പോസിറ്റീവ് ആണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകൂടി പറഞ്ഞോ. എഫ് ഓഫ് എക്സ് ഇസ് ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. ഓക്കെ, ക്ലിയർ ആണോ? സർ. നമുക്ക് ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ മോള് പഠിച്ചിട്ടുണ്ട് എന്താണ്? whenever x1 less than x2 f of x1 less than എന്തായിരിക്കണം? f of x2. ഇതല്ലേ സാധനം? ഇത് ഇതിന്റെ ഡെഫിനിഷൻ ആണ്. ഇൻക്രീസിങ് ആവുന്നുണ്ട്. ഏരോ മാർക്ക് കണ്ട പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ? ഓക്കെ, അങ്ങനെ ഞാൻ 2 ചങ്ങാതിമാരെ എടുക്കുന്നു, x1 ഉം x2 എടുക്കുന്നു. അത് ആരിലെ എലമെന്റ്സ് ആണെന്ന് വിചാരിക്കുക? x1 and x2 are elements of open interval a b. x1 x2 എടുത്തിരുന്ന നമ്മളെ ഓപ്പൺ ഇന്റർവൽ എ ബി. എ ബിയിലത്തെ 2 എലമെന്റ്സ് ആണ് x1 x2. അതിൽ ഞാൻ എങ്ങനെയും കൂടി എടുക്കണു? 2 പേരുണ്ടാവുമ്പോ ഒരാള് വലുത് ഒരാള് ചെറുതാവില്ലേ മോളെ? സർ. അതിൽ ഞാൻ ആരെ ചെറുതാക്കണു? x1 ചെറുത്. x1 ചെറുതാണ് x2. അത് വിത്തൗട്ട് എനി ലോസ് ഓഫ് ജനറാലിറ്റി എന്നൊക്കെ പറയും. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ എന്റെ ഇപ്പൊ സൗകര്യത്തിന് ഞാൻ എന്ത് എടുക്കുന്നു? x1 ലെസ് ദാൻ x2. ഇനി മോള് നോക്കുകയാണെങ്കിൽ കാണാം, ക്ലോസ്ഡ് ഇന്റർവൽ x1 x2 എന്ന് പറയുന്നത് ആരുടെ ഭാഗമാണ്? ഓപ്പൺ ഇന്റർവൽ എ ബിയുടെ ഭാഗമാണ് അല്ലേ കുട്ടി? അതെ. ഇനി ഈ ഫംഗ്ഷൻ എഫ് എക്സ് എന്താണ്? ഡിഫറൻഷ്യബിൾ ഓൺ തന്നിട്ടുള്ളത് ഓപ്പൺ ഇന്റർവൽ എ ബി. ഓപ്പൺ ഇന്റർവൽ എ ബി ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടായിക്കോളും? കണ്ടിന്യൂറ്റി ഉണ്ടായിക്കോളും. അതുകൊണ്ട് ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഈ ക്ലോസ്ഡ് ഇന്റർവൽ ആരുടെ അകത്താ കിടക്കണേ? x1 x2 എ ബിന്റെ അകത്ത്. എ ബിയിലെ എഫ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് x1 x2 കണ്ടിന്യൂസ്. x1 x2 ആ ഇന്റർവെലിനകത്ത് എന്താ? കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ അല്ല ക്ലോസ്ഡ് ഇന്റർവൽ x1 x2. ക്ലോസ്ഡ് ഇന്റർവൽ x1 x2. ഇനി ഈ എഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണോ ഓൺ ഓപ്പൺ ഇന്റർവൽ x1 x2? നമ്മൾ പറയും ഓപ്പൺ ഇന്റർവൽ x1 x2 അത് ഡിഫറൻഷ്യബിൾ ആണോ? നിനക്ക് എവിടുന്ന് കിട്ടും അതിന്റെ
പിന്നെ റിഗർ പ്രൂഫ് എവിടുന്ന് കിട്ടും? കാരണം എ ബിയില് ഡിഫറൻഷ്യബിൾ ആണ്. എ ബിയിൽ തന്നെ അയാൾ എന്താ? ഡിഫറൻഷ്യബിൾ ആണ്. വലിയ സെറ്റില് അതിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ഓപ്പൺ ഇന്റർവെൽ അല്ലെ? ആ ഓപ്പൺ ഇന്റർവെൽ x1 x2 ആരുടെ ഭാഗം തന്നെയാണ്? എ ബിന്റെ ഉള്ളിലാ. എ ബിന്റെ ഉള്ളിലാണ്. ഈ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഏത് സെറ്റിനകത്തും അയാൾ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആവും. ഇവിടുത്തെ ഒരു സെറ്റ് ആരാണ്? x1 x2. അത് എ ബിയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഈ ഓപ്പൺ ഇന്റർവെല്ലിലും അയാൾ എന്താ? ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണ്. നേരത്തെ കണ്ടിന്യൂറ്റിയുടെ കാര്യം പറഞ്ഞു. എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അത് കണ്ടിന്യൂറ്റി ആണ്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിലും എന്തായിരിക്കും അപ്പോ? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഓപ്പൺ ഇന്റർവെൽ ആയിട്ടുള്ള x1 x2ലും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ നോക്കിയേ, fx ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ x1 x2. കണ്ടിന്യൂസ് ഓൺ ദിസ് വൺ. ശരി. fx ഈസ് എന്താ കിട്ടിയേ? ഡിഫറൻഷ്യബിൾ ഓൺ x1 x2. ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ട് പറയണ തിയറം ഓർമ്മയുണ്ടോ നമ്മൾക്ക്? മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറത്തിൽ എന്താ പറയണേ? എ ബിയിൽ കണ്ടിന്യൂസ്, ക്ലോസ്ഡില്, ഓപ്പണില് ഡിഫറൻഷ്യബിൾ. ഇവിടെ എ ബിക്ക് പകരം ഏതാ കിട്ടിയത് നമ്മൾക്ക്? ക്ലോസ്ഡ് ഇന്റർവെൽ. ക്ലോസ്ഡ് ഇന്റർവെൽ x1 x1 2 കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇന്റർവെൽ x1 x2 എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണ്. എന്നിട്ട് അവിടെ പറയുന്നത് there is a c in between a and b. ഇവിടെ a ബിക്ക് പകരം ആരാ വരുന്നേ? x1 x2. Therefore there is a c in between ആരാ? x1 and x2. such that f dash c equal to f of b ക്ക് പകരം എന്താ? f of x2. f of x1 x2 minus f of x1 divided by x2 minus x1. x2 minus x1. Can you follow? Yes sir. ഇതുവരെ വളരെ ശരിയാണോ മോളെ? sir. എന്നിട്ട് ഒന്ന് മോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എനിക്ക് ഇങ്ങനെ കിട്ടും നോക്കി. f of x2 minus f of x1 equal to ഇയാളെ കിട്ടുക x2 minus x1 into f dash c ലേക്ക് കൂടെ കിട്ടി. ഇയാളെ കൊണ്ടു റൈറ്റ്. sir. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ട്? x2 minus x1. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഞാൻ ഇക്വേഷൻ നമ്പർ 1 തന്നെ വാങ്ങി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്താ കിട്ടിയേ നമ്മളെ പറഞ്ഞു? f of x2 minus f of x1 equal to x2 minus x1 into f dash c. f dash of c. Can you follow? Yes sir. ഇനി നമുക്ക് മോള് നോക്കി കാണാം. if f dash x എന്താ പറഞ്ഞേക്കണേ? Greater than 0. Positive. Greater than 0 ആണ്. ആരുടെ അകത്താണ്? ab. ab യുടെ അകത്ത് f dash x എപ്പോഴും greater than 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ f dash c യുടെ സ്ഥിതി എന്തായിരിക്കും? പോസിറ്റീവ്. കാരണം c ആരുടെ അകത്താണ്? x1 into x2 into x1 x2. ഈ x1 x2 ആരുടെ ഉള്ളിലാണ് കിടക്കണേ? ab യുടെ ഉള്ളിൽ. ab യിലുള്ള എല്ലാവർക്കും f dash x എന്താണ്? Greater than 0. In particular f dash c എന്താണ്? Greater than 0. ഇത് വളരെ ശരിയാണോ മോൾക്ക്? sir. ശരിയാണ്. ഇനി ഈ ചങ്ങാതിനെ നോക്കുക. x1 ആരെക്കാൾ ചെറുതാന്ന് പറഞ്ഞിട്ടുണ്ട്? x2 നെക്കാട്ടി. അപ്പൊ അതുകൊണ്ട് x2 ഉം x1 ഉം തമ്മിലുള്ള ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? പോസിറ്റീവ് ആയിരിക്കും. x2 minus x1 is positive. f dash c is also positive. Positive into positive. Positive. Therefore this f of x2 minus f of x1 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Greater than 0. Greater than 0 ആയിരിക്കില്ലേ? sir. കൺക്ലൂഷൻ അടുത്തേക്ക് ഒന്ന് പോയിരിക്കും. f of x1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ? f of x2 greater than f of x1. തിരിച്ചെഴുതിയേ.
f of x1, f of f of x2 x1 greater than f of x1, that is f of x1 less than f of x2. അതല്ലേ നമുക്കിവിടെ വേണ്ടത്. നോക്കൂ, Sir. എന്താ ഇൻക്രീസിംഗ് ആവണമെങ്കിൽ എന്ത് വേണം? f of x1 less than f of x2 ആവണം. അതെല്ലാം കിട്ടിയാണ് മോളെ നമുക്കിവിടെ. ആ അപ്പൊ പ്രൂഫ് ആയില്ലേ? sir. എന്താ പ്രൂവ് ചെയ്ത് നമ്മളിപ്പോ? Increasing f ഇൻക്രീസിംഗ് dash ആണെന്ന് പ്രൂവ് ചെയ്തു. എപ്പോഴാ? f dash of x greater than 0. 0 ആവുമ്പോ അത് ഇൻക്രീസിംഗ് ആണെന്നാണ് ഇപ്പൊ പ്രൂവ് ചെയ്തത്. ആ വല്ലതും മനസ്സിലായോ നിനക്ക്? മനസ്സിലായി സർ. മനസ്സിലാവാനായിട്ട് നമ്മൾ എന്താ എടുത്തത്? Let us take 2 points x1 and x2 in between ആരിലാണ്? a bയിൽ A ബിയിലത്തെ രണ്ടുപേരെ എടുത്തു such that x1 less than x2. we have to prove that f of x1 less than f of x2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. x1 x2 എ ബിയുടെ അകത്ത് കിടക്കില്ലേ ക്ലോസ്ഡ് ഇന്റർവൽ? ആ ഓപ്പൺ ഇന്റർവൽ എ ബി ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലേ? സർ. മോളെ സർ. ലെഫ്റ്റ് ആയോ മോനെ? ഹലോ ഹലോ സർ. ഹലോ. എന്ത് പറ്റി? കട്ടായോ? പറഞ്ഞില്ല. കട്ടായോ? ഇപ്പൊ കേക്കുണ്ട്. അപ്പൊ ഇവിടെ x1 x2 ആരുടെ അകത്താ വരുന്നേ? ഓപ്പൺ ഇന്റർവൽ എ ബിയുടെ അകത്ത്. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ ഓൾ കണ്ടിന്യൂസ്. അതുകൊണ്ട് ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ക്ലോസ് ഇന്റർവൽ x1 x2 എന്താ ഫംഗ്ഷൻ? കണ്ടിന്യൂസ് ആവും. കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ എഫക്ട്സ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഓപ്പൺ ഇന്റർവൽ x1 x2 ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ. അപ്പൊ രണ്ട് കണ്ടീഷൻ ആയി. കണ്ടിന്യൂറ്റി ഓഫ് എഫക്ട്സ് ഇൻ x1 x2 ആൻഡ് differentiable on x1 x2. x1 x2. Therefore theorem. Mean value f dash Mean of value theorem. There is a c in between x1 x2 such that f dash of c equal to f of x2 minus f of x1 by x2 minus x1. cross multiply here. Ah. F of x2 minus f of x1 equal to the x2 minus x1 into f dash of c. Mark it as equation 1. F dash x എപ്പോഴും എന്താന്ന് പറഞ്ഞത്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് f dash c എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. ഈ x2 ആരെക്കാൾ വലുതാണ്? x1 നേക്കാൾ വലുതാണ്. അപ്പൊ അതുകൊണ്ട് x2 minus x1 ഉം പോസിറ്റീവ് ആണ്. Product of positive numbers. പോസിറ്റീവ്. Therefore f of x2 minus f of x1 പോസിറ്റീവ് ആയി. positive. Greater than f 0. of x2 greater than 0. F of x2 minus f of x1 greater than 0. Therefore f of x2 greater than f of x1. that is f of x1 less than ആരാണ്? f of x2. x2. Therefore function f x is increasing. പരിപാടി കഴിഞ്ഞു. കിട്ടിയ മോളെ? കിട്ടി. സർ. കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണ്. ഇതിന്റെ രണ്ടാം ഭാഗം നിനക്കൊന്ന് അസ്യൂം ചെയ്യാവോ? എങ്ങനെയാ ചെയ്യണ്ടാവുക? f dash x greater than 0 പറഞ്ഞതിന് പകരം എന്തായിരുന്നു ഉണ്ടാവും? Less than 0. f dash x less than 0 for every x in open interval a b ആണെങ്കിൽ then fx is increasing ന് പകരം decreasing on ab. decreasing on ab. ക്ലിയർ ആയോ? സർ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 5 മാർക്കാണെന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതേണ്ടതാണ്. പക്ഷെ അത് എന്ത് ചെയ്യാന്ന് പറയാം? പറയും. decreasing on ab. പറയും. എന്താ സർ?
അല്ലാതെ അത് ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യം മോളെ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ പറഞ്ഞോ. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോന് പകരം കൊടുത്താൽ മതി ലെസ് ദാൻ സീറോ കൊടുത്താൽ മതി. ലെസ് ദാൻ സീറോ. ഇൻക്രീസിംഗിന് പകരം ഡിക്രീസിങ്. ഡിക്രീസിംഗ് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ഈ പണിക്ക് തന്നെ പോവുക, ഈ വഴി കൂടെ തന്നെ പോവുക. ആ x1 x2 ആരുടെ ഇടയിൽ എടുക്കും? എക്സ് എ ബിന്റെ എ ബിയുടെ ഇടയ്ക്ക്. x1 ലെസ് ദാൻ x2 x2. എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. അപ്പോ ഏരോ മാർക്ക് താഴ്ത്തിക്കാണോ മുകളിലേക്കാണോ? താഴത്തേക്ക്. താഴ്ത്തിക്കാവും. ഡിക്രീസിംഗ് ആണെന്ന് പ്രൂവ് ആവും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. എഫ് ഓഫ് x. അതിന് നമ്മൾ നേരത്തെ കണ്ടിന്യൂറ്റി ബുദ്ധിമുട്ടുണ്ടോ കൊടുക്കുക? ഇല്ല. ഡിഫറൻഷ്യബിലിറ്റി ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല? മീൻ വാല്യൂ തിയറം. Mean value theorem. There is C in between x1 and x2, x1 such x2 that f dash c equal to എന്താ? എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1. ക്രോസ് ആ, sir. മൾട്ടിപ്ലൈ ഇതിലേക്ക് എത്തിയില്ലേ കുട്ടി? ആ ഇനി ഇതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. ആ ഇതിനെ ഒന്ന് Interpret. ഇന്റർപ്രറ്റ് ചെയ്യാം. x2 മൈനസ് x1 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആ കാരണം നമ്മൾ എന്താ വിചാരിക്കുക, x2 എപ്പോഴേക്കാൾ ആരെക്കാൾ വലുതാണ്? x1-നാട്ടും വലുതാണ്. അത് നമ്മുടെ തീരുമാനം അങ്ങനെ തന്നെയാണ്. എഫ് ഡാഷ് സി നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ തന്നുണ്ട്. ലെസ് ദാൻ സീറോ. അപ്പോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. 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 അപ്പോ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്ന് പറയുന്നത് എന്താവും? ലെസ് ദാൻ സീറോ. ലെസ് ദാൻ സീറോ. Therefore f of x2 എന്തായിരിക്കും കുട്ടി? ലെസ് ദാൻ എഫ് ഓഫ് x1 ആവും. Less than f of x1. Or f of x1 is greater than എഫ് ഓഫ് x2. f of x2. ഇത് എന്തിന്റെ ഡെഫിനിഷനാ? ഡിക്രീസിങ് ഫംഗ്ഷന്റെ. ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പോ ഈ തിയറത്തില് രണ്ടാമത്തെ ഭാഗം എന്താണ്? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിക്രീസിങ്. ഡിക്രീസിംഗ് ആയിരിക്കും. ക്ലിയർ ആയോ? ആ സർ. ക്ലിയർ ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ തിയറം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അതിൽ മൂന്നാം ഭാഗം എന്താ വെച്ചാല്, ഇപ്പൊ എഫ് എക്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞു, നെഗറ്റീവ് എന്ന് പറഞ്ഞു. പോസിറ്റീവ് ആവുമ്പോ എന്താ പറഞ്ഞ? എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആവുമ്പോ എന്താ പറഞ്ഞേ? ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇൻക്രീസിംഗ്. നെഗറ്റീവ് ആവുമ്പോഴോ മോളെ? ഡിക്രീസിങ്. ഇനി എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇനി അടുത്തൊരു ചോദ്യം എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സീറോ പറഞ്ഞു, ലെസ് ദാൻ സീറോ പറഞ്ഞു. ഇനിയോ മോളെ? ആ സർ. ആ ഇനി സർ. അവിടെ ഈക്വൽ ടു സീറോ കൂടി വരാൻ ആ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ആയാൽ എന്താ സംഭവിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തിരുന്നു. അത് ഡെറിവേറ്റീവ് സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ റെഡ്യൂസസ് ടു എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ കേട്ടോ അവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ്? എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണ്. എഫ് ഡാഷ് എക്സ് സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആവും. കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. തിയറം നമ്പർ 3 എന്നാണ് ടെക്സ്റ്റിൽ എഴുതിയത്. നിങ്ങൾ തിയറത്തിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ഒരു ചോദ്യമായിട്ടാണ് ഇത് വന്നേക്കണേ. ഇപ്പൊ ചോദ്യത്തിലുള്ള ഘടക കക്ഷികൾ ആരൊക്കെയാണ്? മുന്നണിയിലുള്ളവർ ആരൊക്കെയാണ്? ഫസ്റ്റ് അതിന്റെ പ്രിയാമ്പിൾ എന്താ? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി. എ ബി. ആദ്യത്തെ എന്താണ്? ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഫോർ ഓൾ പോയിന്റ്സ് ഇൻ എ ബി, ഓപ്പൺ ഇന്റർവൽ എ ബി, then f x ഫംഗ്ഷൻ is ഈസ് ഇൻക്രീസിങ് ഓൺ എ ബി. increasing a b. അടുത്തത് if f dash x എഫ് ഡാഷ് ഇസ് ലെസ് ദാൻ സീറോ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ഓൺ എ ബി. a b. if f dash x equal to 0 എഫ് ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ തിയറം കഴിഞ്ഞു. ആ തിയറം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. കിട്ടിയോ? അപ്പൊ ഇൻക്രീസിംഗ് ആവണമെങ്കിൽ നമുക്കൊരു സാധനം കൈ കിട്ടി. എന്താണ് ഇൻക്രീസിംഗ് ആവാൻ വേണ്ടത്? പറയുമോളെ, ഇൻക്രീസിംഗ് ആവാൻ എന്താണ് നമ്മുടെ ക്രൈറ്റീരിയൻ? എന്താ? അപ്പോ എഫ് ഓഫ് എഫ് ഡാഷ് എക്സ്
എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണ്. നമുക്കൊരു പെട്ടെന്ന് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 2 ഇങ്ങനത്തെ ഒരു മുതലാന്നിരിക്കാം. എന്താണ് കണ്ടോ? എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 2. ഓക്കെ, സർ. ഇയാള് എവിടെയൊക്കെയാണ് ഇൻക്രീസിങ് ആവണേ, എവിടെയൊക്കെയാണ് ഡിക്രീസിങ് ആവണേ എന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ക്ലിയർ ആയോ? ഒരു കാര്യം ഉറപ്പാണ്, ഇത് ആരുമായിട്ട് ബന്ധമുണ്ട്? എഫ് ഡാഷ് എക്സ്. പറഞ്ഞു. 3x² മൈനസ് 6x. 2ന്റെ പൂജ്യല്ലേ? 2ന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? നീ സംശയിക്കുന്ന ചോദിച്ചതാണ്. ആര് കോമൺ അവിടെ? 3x. 3x കോമൺ ആണ്. 3x കോമൺ ആയിട്ട് എന്ത് കിട്ടും? സർ. എന്ത് കിട്ടും? x മൈനസ് 2. x മൈനസ് 2. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. ഇതാണ് നമ്മുടെ എന്ത്? എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ്. ഇനി നമുക്ക് ഇൻക്രീസിംഗ് ആവണമെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഡിക്രീസിംഗ് ആവണമെങ്കിൽ നെഗറ്റീവ് ആവണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ 3 അവൻ ഇതിൽ ഒന്നിലും പെടില്ല. അവൻ പോസിറ്റീവായിട്ട് നിൽക്കുക. അപ്പൊ അവനൊരു എഫക്റ്റ് ഇല്ല. അത് മാറില്ല. അത് മാറില്ല. മാറുന്നത് ആരാ? എക്സ് അല്ലേ? എക്സ് മാറുന്നത് അനുസരിച്ചിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന സാധനം പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇത് എഫ് ഡാഷ് എക്സ് 0 ആവണ സ്ഥലങ്ങൾ ഉണ്ടോ നോക്കിയപ്പോള്? എഫ് ഡാഷ് എക്സ് 0 ആവുന്നത് എപ്പോഴാ? എക്സിന് എന്ത് കൊടുക്കും? 0 ആവുമ്പോളെ 0. എക്സിന് എന്ത് കൊടുക്കും? 0. 2. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ വരുമ്പോ എഫ് ഡാഷ് എക്സ് 0 എവിടെയാണെന്ന് നോക്കുക. എന്താ നോക്കേണ്ടത്? എഫ് ഡാഷ് എക്സ് 0 എവിടെയാണ്? 0 ആവുന്ന പോയിന്റ് ഇവിടെ ഏത് പോയിന്റിലൊക്കെയാണ്? അപ്പൊ x ഇൻറ്റു എക്സ് മൈനസ് 2 ആണ് 0. 3 0 അല്ലാത്തതുകൊണ്ട് x 0 x 2 അല്ലെ? ഇപ്പൊ നമ്മള് റിയൽ ലൈനിലാണ് നമ്മുടെ കച്ചവടം മുഴുവൻ നടക്കുന്നത്. എവിടെയാ? ചന്ത ഏതാ? റിയൽ ലൈനാണ്. നമ്മുടെ കച്ചവടം നടക്കുന്ന സ്ഥലം ഏതാ? റിയൽ ലൈനില് ഇയാള് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. 0 പിന്നെ എവിടെയാണ്? 2 ഓക്കെ. അപ്പൊ നമ്മള് ഒരു പഴം കിട്ടിക്കഴിഞ്ഞാൽ കത്തി എടുത്തിട്ട് അതിനെ 2 കഷ്ണാക്കി 2 മുറി മുറിച്ചാൽ ഒരൊറ്റ മുറി മുറിച്ചാൽ 2 കഷ്ണാവില്ലേ കുട്ടിയെ? 2 മുറി മുറിച്ചാലോ? 3 കഷ്ണം. ഇവിടെ 2 മുറി മുറിച്ചേക്കാം. എത്ര കഷ്ണം? 3 അപ്പൊ റിയൽ ലൈനിന് 3 കഷ്ണാക്കി മാറ്റി നമ്മള്. അത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇതുവരെ 0 വരെ. 0 ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് എടുക്കുക കേട്ടോ. കാരണം 0 ഫംഗ്ഷൻ എത്രയാ? സ്റ്റാറ്റിക്സ് എത്രയാ? 0 ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആവണം നെഗറ്റീവ് ആവണം എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിട്ട് നടക്കണേ. 0 ഇവിടെ 0 ആവുള്ളൂ. എന്താവുള്ളൂ? 0. 2 കാര്യമില്ലല്ലോ. അപ്പൊ ആരെ ഒഴിവാക്കണം നമ്മള്? 0. അപ്പൊ എന്ത് ഇന്റർവെൽ ആയിട്ട് മാറും അത്? ഓപ്പൺ ഇന്റർവെൽ 0 to 2. ഇനി എന്താണ്? ഓപ്പൺ ഇന്റർവെൽ ടു ഇൻഫിനിറ്റി. അപ്പൊ ഇന്റർവെൽസ് ഇങ്ങനെയാവും. മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെല്. പിന്നെ ആരാ? 0 തൊട്ട് 2. പിന്നെ എന്താ? 2 തൊട്ട് ഇൻഫിനിറ്റി. ഇങ്ങനെ 3 കഷ്ണായിട്ട് മാറും. നമ്മൾ എത്ര മുറിയെ മുറിച്ചേ? 2. അപ്പൊ നിങ്ങൾ അത് മനസ്സിൽ ഓർക്കുക. 1 മുറിയാണെങ്കിൽ എത്ര കഷ്ണാവും? 2 കഷ്ണം. 2 കഷ്ണാവും. 2 മുറിയാണെങ്കിൽ 3 ആവും. 3 മുറിയാണെങ്കിലോ? 4 കഷ്ണാവും. അപ്പൊ ഇതൊന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും. അത് ഓർത്താം. കിട്ടിയോളെ. ഇനി നമ്മൾ നോക്കാൻ പോണത്, അപ്പൊ ഇവൻ 0 ലും 2 ലും അയാളുടെ വാല്യൂ എത്രയാ? 0 ആണ്. അപ്പൊ അവിടെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന്? വേണ്ട. അവിടെ ഒന്നും സംഭവിക്കില്ല. ഡിക്രീസിംഗും അല്ല ഇൻക്രീസിംഗും അല്ലാണ്ട് നിൽക്കും അത്. റൈറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നോക്കണ്ടേ കുട്ടിയെ? അതുപോലെ ഇതിന്റെ ഉള്ളിൽ നോക്കണം. അപ്പൊ മുകളിൽ ചെയ്യാവുന്നത് എന്താ വെച്ചാല്
ഈ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ഒരുപോലെ സംഭവിക്കുള്ളൂ കുട്ടി. ആ അതിൽക്ക് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടൊരു എലമെന്റ് പറഞ്ഞു നീ നോട്ട് ഇവിടെ വരെ പോകുന്നതിനെ മൈനസ് സീറോന് താഴെയുള്ള ഒരു എലമെന്റ് പറഞ്ഞാൽ മതി. -1. -1 ആ വാല്യൂ നീ കൊടുത്തു നോക്കുക. ആ ആർക്ക്? f of x f of x നാണോ f dash x f നാണോ? dash x ആർക്കാ? f dash x. f dash x. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ വാല്യൂന് ഞാൻ ഏത് തൊട്ട് ഏത് വരെ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 പിന്നെ നമ്മളെ 0 ടു പിന്നെ ഏതാ വരിക 2 ടു ഇൻഫിനിറ്റി. ഇതിലത്തെ ഒരു കൃത്യമായിട്ട് ഒരു വാല്യൂ എടുത്തിട്ട് ഞാൻ ചെയ്യണേ ടെസ്റ്റ് നമ്പർ. ഇവിടെ എനിക്ക് -1 കൊടുക്കാം അല്ലെ. മൈനസ് ഇൻഫിനിറ്റി ടു സീറോന്റെ അകത്ത് ആരെ എടുക്കാം? -1. അതൊരു സി വാല്യൂ അത് വിചാരിക്കാം. സാർ കട്ടാവുണ്ട്. കട്ടായോ? ഇപ്പൊ പോയി. കണ്ണുണ്ടോ? ബോർഡ് സ്റ്റക്ക് ആവുന്നു. കാണുന്നുണ്ടോ മക്കളെ? സാർക്ക് ബോർഡ് സ്റ്റക്ക് ആവുന്നുണ്ട്. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴെങ്ങനെയാ നോക്കിയേ? സ്റ്റക്ക് ആണോ? ഹലോ, ഇപ്പൊ ശരിയായി സാർ. അല്ല സാർ, ശരിയായോ? ആ സാർ. ശരിയായിട്ടുണ്ട്. ഞാനതേ രണ്ടും കൂടി ഇട്ടായിരുന്നു, 2 ഡാറ്റ ഇട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവര് തമ്മിൽ തല്ലുകൂടുണ്ടാവും അല്ലെ. അങ്ങനെ ഉണ്ടാവാറുണ്ടാ? 2 ഡാറ്റ ഒരുമിച്ചിട്ടാൽ പണി വരുമെന്ന് വെച്ചിട്ടാ. മക്കളെ പറഞ്ഞു പോട്ടെ സാറ്, പറഞ്ഞോട്ടെ. ആ സാർ പറഞ്ഞു. കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മൈനസ് ഇൻഫിനിറ്റി ടു സീറോയിലത്തെ ഒരു വാല്യൂ ആയിട്ട് ആരും എടുത്തു, -1 എടുത്തു കുട്ടിയെ. എന്നിട്ട് ഞാൻ f dash c കാണാണ്. ഇവിടെ -1 f dash c, ഇതിൽ -1 കൊടുത്തു വയ്ക്കുമ്പോൾ പറയൂ. 3 plus 6 9. -1 into -3 അല്ലേ വരിക? ആ സാർ. എത്ര കിട്ടും ആൻസർ? പറയൂ. 9 അല്ലേ ആൻസർ കിട്ടുക? ആ സാർ. കിട്ടി മോളെ. ആ എത്ര കൊടുത്ത എക്സിന്? ഇതിൽ കൊടുത്താലും മതി. -1 കൊടുത്തു. 3 into -1 സ്ക്വയർ എത്ര? 1 അല്ലേ? അപ്പൊ 3 മൈനസ് 6 into -1 എന്ന് പറഞ്ഞാൽ +6 ആണ്. +6. അപ്പൊ എത്ര? 9 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പൊ f dash c എന്ന് പറയുന്ന ആള് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണ്. ഈ -1 ഏതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു? -ഇൻഫിനിറ്റി ടു 0. നീ ഇനി ഏത് വാല്യൂ എടുത്തു കൊടുത്താലും തന്നെ സംഭവിക്കുള്ളൂ. -2 കൊടുത്താൽ നീ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്ക്. റൈറ്റ്? ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്താ? f dash c ഗ്രേറ്റർ ദാൻ 0 എന്താ? പോസിറ്റീവ് ആണ്. അപ്പൊ എന്താ കൺക്ലൂഷൻ? എന്താ? ഇൻക്രീസിംഗ് ആണ്. അപ്പൊ -ഇൻഫിനിറ്റി ടു 0 വരെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. ഇനി അടുത്ത ഇന്റർവെൽ ഒരു 0 to 2 നീ ഒരു റെപ്രസെന്റേറ്റീവിനെ പറഞ്ഞേ 1 കൊടുത്തു. എത്രയാ? 3 minus 6. Am I right? -3. -3 അല്ലേ? ആ സർ. ലെസ് ദാൻ 0. കൺക്ലൂഷൻ എന്താ? ഡിക്രീസിംഗ്. അപ്പൊ ഫംഗ്ഷൻ നീ എവിടേക്ക് വരയ്ക്കുക? എറമാർക്ക് എങ്ങനെ പോവാ? അടിയിലേക്ക്, താഴെ. ഇനി അടുത്ത ഒരു ലാപ്പും കൂടി ഉണ്ടല്ലോ. ടു ഇൻഫിനിറ്റി. അതിന് നിനക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ പറഞ്ഞു. 2നും ഇൻഫിനിറ്റിയുടെ ഇടയ്ക്ക് ഒരു നമ്പർ പറഞ്ഞു. 2 കഴിഞ്ഞിട്ട് നമ്പർ പറഞ്ഞു. 3. 3 അല്ലേ? 3 കൊടുത്താൽ എന്താ കിട്ടുക നമ്മളെ പറഞ്ഞേ? 27 അല്ലേ? -18 അല്ലേ? എത്ര മോളെ അത്? എത്രയാ? 9. അതാണ് എന്താണ്? Greater than 0. Therefore function is increasing. നീ അപ്പൊ ഇന്റർവെല്ലൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഈ എഫ് എക്സിന്റെ പോക്കൊന്ന് പറഞ്ഞു തന്നെ.
മൈനസ് ഇൻഫിനിറ്റി ടു സീറോയില് ഇൻക്രീസിങ്ങും 0 to 2 ഡിക്രീസിങ് 2 to ഇൻഫിനിറ്റി ഇൻക്രീസിങ്. അപ്പൊ മൊത്തത്തിൽ ഇൻക്രീസിങ്ങിനെ പറ്റി നിനക്ക് എന്ത് പറയാനുണ്ട്? മൈനസ് ഇൻഫിനിറ്റി ടു സീറോയിലും 2 to ഇൻഫിനിറ്റിയിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. എവിടെ ഡിക്രീസിങ് ആണ്? 0 to 2. 0 to 2 ഡിക്രീസിങ് ആണ്. ബുദ്ധിമുട്ടാവോ? ഇല്ല. ഇല്ല. ഇതാണ് ഫംഗ്ഷന്റെ നേച്ചർ. ക്ലിയർ ആയോ? സർ. വളരെ ക്ലിയർ ആണ്. ഇനി അപ്പോ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുക. അല്ല കുട്ടിയെ, തന്നിട്ടുള്ള ഫംഗ്ഷന്റെ എന്ത് കാണുക? ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കാണുക. എന്നിട്ടോ എന്നിട്ട് എന്താ നോക്കേണ്ടത്? അത് 0 ആയിട്ട് പോയിന്റ്സ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 0 ആയിട്ട് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് fx ഈക്വൽ ടു ഇങ്ങനെയാണ്. fx ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് മൈനസ് 9x പ്ലസ് 6 ചോദ്യമാണ് കേട്ടോ. എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 9x പ്ലസ് 3. ഇതാണ് താരം. താരത്തിന് പിടി കിട്ടിയോ? സർ. ഇയാള് ഏതൊക്കെ ഇന്റർവെല്ലിൽ എന്തൊക്കെയാവുന്നാണ് ചോദ്യം. ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആദ്യം സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 6x മൈനസ് 9. ഇതാണ് താരം. അല്ലേ? കോമൺ ആയിട്ട് വലുതുണ്ടോ അവിടെ? 3 x സ്ക്വയർ മൈനസ് 2x മൈനസ് 3 that is equal to 3. ഇതിന് ഫാക്ടറൈസ് ചെയ്യാൻ എങ്ങനെ പറ്റുമോ? ആഡ് ചെയ്യുമ്പോൾ -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടണമെങ്കിൽ 1ഉം 3 ഒക്കെ ഉണ്ട്. അതിൽ ഏതൊക്കെ ചിഹ്നം ഇത് കൊടുക്കുമ്പോൾ -3 + 1. അപ്പോ x -3 x + 1 ശരിയാവോ നോക്കിയേ. മൾട്ടിപ്ലൈ ചെയ്തത് വരില്ലേ? -3 × +1 -3 ശരിയല്ലേ? സർ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴോ -3 + 1 എത്രയാ? -2. അല്ലെങ്കിൽ നിങ്ങളെ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യേണ്ട ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 3 -1 ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് കിട്ടി 3. അപ്പൊ ഏതൊക്കെ പോയിന്റ്സിൽ f' 0 ആവണേ? f' = 0 implies x = എത്ര? 3 വരും. ഈ ബ്രാക്കറ്റിൽ -1. അപ്പൊ നമുക്ക് കത്തിയെടുത്ത് മുറിക്കണ്ടേ? എവിടെയൊക്കെ മുറിക്കും? -1 3 -1ലും 3ലും നമ്മൾ മുറിക്കും. x = 3യും x = -1. എത്ര കഷ്ണമായി? 3 എണ്ണായി. 3 കഷ്ണം. ഇന്റർവെൽസ് പറയൂ. -∞ to -1. ഓപ്പൺ പിന്നെ ഓപ്പൺ ഇന്റർവൽ -1 3. പിന്നെ ഓപ്പൺ ഇന്റർവൽ 3 ഇൻഫിനിറ്റി. ഇങ്ങനെ 3 ഇന്റർവൽ. ഇവിടെ ഇയാള് ഇൻക്രീസിങ് എവിടെയാണ്, ഡിക്രീസിങ് എവിടെയാണ്? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം അല്ലേ? ഇതുവരെ ഒന്നും പറഞ്ഞ മോൾക്ക് തെറ്റിയിട്ടുണ്ടോ നോക്കട്ടെ. fx = x³ - 3x സ്ക്വയർ -9x + 6. ഡെറിവേറ്റീവ് കാണുമ്പോ 3x സ്ക്വയർ -6x -9. ഇതുവരെ ശരിയാ. 3 കോമൺ ആയിട്ട് എടുക്കുമ്പോ x സ്ക്വയർ -2x -3. അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോ 3 × x -3 × x + 1 x 3യും -1 കിട്ടി. എന്താവുമ്പോ f' = 0. അപ്പോ നമ്മൾ റിയൽ ലൈനിനെ എത്ര മുറിക്കണം? 2 എണ്ണം. എവിടെയൊക്കെ മുറിക്കണം? -1ലും 3ലും. മുറിച്ചപ്പോ നമുക്ക് എത്ര ഇന്റർവെല് കിട്ടി? 3 എണ്ണം. 3 ഇന്റർവെല് കിട്ടി. ഇനി നമുക്ക്
ആ ഇന്റർവെല് ഇവിടെ ഇൻക്രീസിങ് ആണോ, ഇവിടെ ഇൻക്രീസിങ് ആണോ, ഇവിടെ ഇൻക്രീസിങ് ആണോ, അതല്ലേ നോക്കണ്ടേ? യെസ്. അപ്പൊ ഇവിടെ നോക്കണം. ഇവിടുത്തെ ഒരു പോയിന്റ് പറഞ്ഞു മോളെ, -∞ ടു -1 ഏതാ കൊടുക്കണ നീ? -2 കൊടുത്തു. എക്സിന് സിക്ക് -2 കൊടുത്തു. അപ്പോ f' കാണണം നിങ്ങൾക്ക്. f' എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുക്കണ്ടേ? -2 കൊടുത്തു നോക്കിയേ നീ. 3 × 2² 4, അപ്പോ 12 അല്ലേ കുട്ടി? +12 -9 ശരിയാണോ? എവിടെ പോയി താൻ? -9 ശരിയല്ലേ? 12 ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 24 -9 എത്ര വന്നു? ഹലോ, 15 അല്ലേ വരിക? അപ്പൊ അയാൾ എന്താ? ഇവിടെ എന്താ ഫംഗ്ഷൻ? ഇൻക്രീസിങ്. എവിടെ -∞ ടു -1 -1 ടു 3. അതിൽ നിനക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഏതാ എടുക്കണ നീ? 0. വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര -9 അല്ലേ? അത് നെഗറ്റീവ് അല്ലേ? അപ്പൊ ലെസ് ദാൻ വരില്ലേ? ലെസ് ദാൻ നെഗറ്റീവ് ആവുമ്പോ എന്താവും? ഡിക്രീസിങ് ആയില്ലേ? ഡിക്രീസിങ് ആവും. അടുത്തത് 3 ടു ഇൻഫിനിറ്റി ഒരു വാല്യൂ പറയൂ. 4 വന്നു. അപ്പൊ എത്രയാ? 3 × 16 -24 -9 പറയൂ. 48 -24 24 -9 എത്ര കിട്ടുന്നേ? ആണോ അല്ലെ? എത്ര കൊടുത്തു നമ്മള്? 3 അല്ലേ കൊടുത്തേ? അല്ല, എത്ര കൊടുത്തേ? 4 കൊടുത്തേ. 4 കൊടുത്തത്. 3 × 4 -1 that is 3 × 15 വരും. ശരിയല്ലേ കുട്ടി? അവിടെ ഫംഗ്ഷൻ എന്താ? ഇൻക്രീസിങ്. ഇപ്പോഴും ആരാ? ഇന്ദുലേഖ അല്ലേ? ഇന്ദുലേഖ പറഞ്ഞത് ഇപ്പോഴും ശരിയായി വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഇൻക്രീസിങ്. അടുത്തത് എന്താണ്? ഡിക്രീസിങ്. പിന്നെ എന്താണ്? ഇൻക്രീസിങ്. എപ്പോഴും അങ്ങനെ വന്നോളണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ മോളെ. കാരണം ഫംഗ്ഷൻ ചിലപ്പോ നമ്മൾ കൈവിട്ട കളിയായിരിക്കും. ഈ ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ് അല്ലേ? ഇവിടെ ഫംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി, കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ അടുത്ത പോയിന്റ് വരുമ്പോ അയാൾ എന്ത് ചെയ്യണം? താഴത്തേക്ക് പോകണം. പിന്നെ എങ്ങനെ പോകണം? ഇങ്ങനെയല്ലേ ഫംഗ്ഷൻ നേച്ചർ വരണ കുട്ടി? ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഇന്റർവെല് ഈ എന്തൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ചിലപ്പോ ഈ ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ് ആണ്, അത് കഴിഞ്ഞിട്ട് അവൻ താഴത്തേക്ക് പോകണമെന്ന് എന്താ നിർബന്ധം? സാർ, പക്ഷെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോ ആ പോയിന്റില് ആ ഫംഗ്ഷന്റെ ഇത് ഇൻക്രീസിങ് ആണെങ്കിൽ പിന്നെ അത് ഡിക്രീസിങ് ആവണു. അതല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്? അതിന്റെ കാരണം ഞാൻ പറയാം. എന്താ കാരണം എന്ന് അറിയുമോ? ഈ ക്രിട്ടിക്കൽ പോയിന്റില് ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റും കൂടി ഉണ്ടാവും. ക്ലിയർ ആവും. ഒരു ചെറിയ സമാധാനം കിട്ടിയില്ല നിനക്ക്? ഇപ്പൊ അതും കൂടി അത് ഈ പ്രോബ്ലത്തിലൊന്നും അത് വന്നിട്ടില്ല. അതെ നീ ചോദിച്ച ചോദ്യം നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ കാര്യം. ബുദ്ധിമുട്ടാവോ? ഇല്ല സാർ, എല്ലാം ശരി. ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ആരും കൂടി വരാം, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സും കൂടി വരാം. അപ്പൊ ചിലപ്പോ അവൻ കൂടിയിട്ട് പിന്നെ അവൻ അവിടെ ഒരു ജർക്കിൽ വീഴും. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാണ്ട് അവൻ ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജ് ഒക്കെ വരില്ലേ കുട്ടിയെ? എന്നിട്ട് അവൻ മോളിപ്പോ ഫംഗ്ഷൻ നീ കാണാതിരിക്കണുള്ള ഫംഗ്ഷന്റെ നേച്ചർ മനസ്സിലായോ? കുറച്ച് വൃത്തിയിട്ടവന്മാർ ഇനി വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വരുമ്പോ നിനക്കൊരു സമാധാനം കിട്ടിക്കോളും. ഓക്കെ, എനിക്ക് ഇന്ന് കോളേജിലേക്ക് ഒന്ന് പോകണം, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.